ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട പപ്സിൻ്റെ റെസിപ്പിയാണ്. ബേക്കറി കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന അതുപോലെ തന്നെ ലെയറോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മുട്ട പപ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു മുട്ട പപ്സ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഓവണൊന്നുമില്ലാതെ സാധാരണ രീതിയിലാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഈ ഒരു പപ്സിൻ്റെ വീഡിയോസിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ 2 കപ്പ് മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് ഇതേപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പപ്സിൻ്റെ ഷീറ്റിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു ബ്രൗൺ കളർ കിട്ടാനും മധുരവും ഉപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ 1 സ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ആദ്യം യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളവും കൂടെ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ മാവ് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 2 കപ്പ് മൈദ മാവിന് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് പൊറോട്ടയുടെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു പരന്ന പാത്രത്തിലേക്കോ കൗണ്ടർ ടോപ്പിലേക്കോ ഇട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് ഓയിലിൽ കുതിർന്നിരിക്കാൻ വേണ്ടിയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മാവ് മൊത്തത്തിലൊന്ന് ഓയിലിൽ പുരട്ടിയെടുക്കാം. ഇനി ഞാനിത് അടച്ചു വെച്ചുകൊണ്ട് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 4 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. ഇത് എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. പപ്സിന് മസാല ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വലുതായിട്ട് തന്നെ സവോള കട്ട് ചെയ്യാൻ നോക്കുക. നമുക്ക് ഈ പപ്സ് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതും കൂടെ കടിക്കാൻ കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം. ഇനി 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകവും 1/4 സ്പൂൺ അളവിൽ വലിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകവും വലിയ ജീരകവും ഞാനിപ്പോൾ മുഴുവനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിയുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് അടച്ചു വെച്ചുകൊണ്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം വേവിക്കണ്ട, അപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞു പോവും. പപ്സിനകത്ത് ഇതുപോലെ കടിക്കാനായിട്ട് കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇത്രയും വെന്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും ഓയിലിൽ ഈ മാവ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവ് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ ദാ ഈ ഒരു വലിപ്പത്തിൽ എല്ലാ മാവും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ മാവെല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ബോൾ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് ആദ്യം പ്രസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ മാവ് ഇതുപോലെ നന്നായിട്ട് വലിച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ഇതുപോലെ മുക്കിയെടുത്തതിന് ശേഷം മാവ് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഇതുപോലെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഓയിലിൽ മൈദ ഇട്ട് കൊടുത്തത് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഈ മാവിൻ്റെ ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കി കൊടുത്ത ശേഷം ഇതിന് മുകളിലേക്ക് വീണ്ടും കുറച്ച് ഓയിലൊന്ന്
സ്പ്രെഡ് ആക്കിയതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും മാവ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. വീണ്ടും ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് വീണ്ടും ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് മടക്കി കൊടുക്കണം. ഓരോ തവണയും ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് മുട്ടയും കൂടെ വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ലെയറോട് കൂടിയ നല്ലൊരു പപ്സാണ് റെഡിയായി കിട്ടുന്നത്. ഇതേപോലെ തന്നെ എല്ലാം ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ട പൊട്ടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായി അടുക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. എത്ര നേരം വേവിച്ചെടുക്കുന്നോ അത്രയും നേരം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. ഒരു 15 മിനിറ്റിന് ശേഷം ഇതിൻ്റെ അടപ്പ് തുറന്ന് ഞാൻ ഓരോന്നോരോന്നായി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ആ ഒരു ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കും. എത്ര സമയം എടുത്തായാലും ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇത് വേവിച്ചെടുക്കാവൂ. എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ പപ്സ് വെന്ത് നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. ഇത് തൊട്ടാൽ തന്നെ പൊടിഞ്ഞു പോവും മുകൾ ഭാഗമൊക്കെ. അത്രയും നന്നായിട്ടാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അകം നല്ല സോഫ്റ്റും ആയിട്ട് ലെയറോട് കൂടിയ നല്ലൊരു പപ്സാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ബേക്കറി കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര നന്നായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.